അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ പുറത്തിറങ്ങി. വേറെ ലെവലാണ്, സൂപ്പർ, ഭയങ്കര പവറാണ് അകത്ത്. അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് നല്ല, എന്താ പറയുക, ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഇതാ ഒരു ചെറിയൊരു കർപ്പൂരം കത്തിക്കുന്ന സ്ഥലമാണ്. അവിടെ പശുവിനെയൊക്കെ ആൾക്കാർ ഇങ്ങനെ തൊഴുതിട്ടൊക്കെ പോകും. അതവിടെ നല്ലൊരു ബെല്ല് വെച്ചിട്ടുണ്ട്. ഒരു മോള് ബെല്ല്, വലിയൊരു ആൽമരം, വൈബ് വേറെ ലെവലാണ്. La Sanika. ഒരു അടിപൊളി ആൽമരമുണ്ട്, അടിപൊളി. ഞാനതിൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഒരു മിനിറ്റ്. ഈ ആൽമരത്തിൽ ഇങ്ങനെ ആളുകൾ വലം വയ്ക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. നല്ല ഒരു അടിപൊളി ആൽമരം, ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് അകത്തുനിന്ന് മാലയെല്ലാം കിട്ടി. ഇതാ സ്വാമി ചാർത്തിയേക്കണ മാല എടുത്ത് ഞങ്ങൾക്ക് തന്നു. ഇത് അമ്പലത്തിൻ്റെ സൈഡിലേക്കൂടെയുള്ള വഴിയാണത്. ഇതിങ്ങനെ ഇപ്പോൾ ചുറ്റി വരണം. പ്രസന്ന ഗണപതി. ഇത് വെണ്ണയിലാണ്, വെണ്ണയാണ് ആ കാണുന്നത്, മഞ്ഞ കളറിൽ കാണുന്നത്. 20 ദിവസവും വെണ്ണയിൽ അഭിഷേകമുള്ള സ്വാമിയാണ്. 2.5 കിലോ വെണ്ണ കൊണ്ട് ദിവസവും അഭിഷേകം ചെയ്യും. ബാദം. ഇത് സ്വയംഭൂ ഗണപതിയാണ്, സ്വയംഭുവ. அப்படியே ஒரு போட்டோ எடுக்கலாம், அதுலேயே ஒரு போட்டோ அப்படியே கட் பண்ண போட்டோ ஆயிடும்.